ഒരു ഓപ്ഷൻ ചെയിൻ എന്ന് പറഞ്ഞാൽ ഏതാണ്, ഒരുപാട് ഓപ്ഷൻസിൽ മാത്രമല്ല, സ്റ്റോക്ക് ഓപ്ഷൻസ് ഉണ്ട്, ഈക്വിറ്റി ഓപ്ഷൻസ് ഉണ്ട്, ഇൻഡെക്സ് ഓപ്ഷൻസ് ഉണ്ട്, അതായത് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി, സെൻസെക്സ്, ഇത്തരം പിന്നെ എന്താ പറയുക അതർ സ്റ്റോക്ക് ഓപ്ഷൻസ് ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ റിലയൻസ്, HDFC, IC, നിങ്ങൾ ഏത് ഓപ്ഷനാണോ ചൂസ് ചെയ്യുന്നത് അതിന് തീർച്ചയായിട്ടും കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ടാവും, ഓപ്ഷൻ ചെയിൻ ഉണ്ടായിരിക്കും. ഓപ്ഷൻ ചെയിൻ എങ്ങനെയാണ് ബേസിക്കലി വർക്കാകുക, അതിൻ്റെ അണ്ടർലൈയിങ് അസറ്റ് എന്താണോ അതിനെയാണ് ബേസിസ് ചെയ്യുക. വാട്ട് ഈസ് അണ്ടർലൈയിങ് അസറ്റ്? അണ്ടർലൈയിങ് അസറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, സിമ്പിളായിട്ട് നിങ്ങളിപ്പോൾ റിലയൻസിൻ്റെ ഓപ്ഷൻ ചെയിൻ എടുക്കുകയാണെങ്കിൽ റിലയൻസിൻ്റെ ഈക്വിറ്റി എന്താണോ അത് തന്നെയാണ് അതിൻ്റെ അണ്ടർലൈയിങ് അസറ്റ് എന്ന് പറയുന്നത്. ഇപ്പം നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയിൻ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അപ്പം നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയിനിൻ്റെ അണ്ടർലൈയിങ് അസറ്റ് ആരാണ്? നിഫ്റ്റി തന്നെയാണ് അണ്ടർലൈയിങ് അസറ്റ്. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് എന്ത് നോക്കാം? നോക്കൂ, ഇവിടെ നടുവിൽ ആദ്യം നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് സ്ട്രൈക്ക് പ്രൈസ്. സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറയുന്നത് നോക്കൂ, ഇവിടെ മുകളിൽ നിന്നും താഴ്പോട്ടേക്ക് 25,000, സേ ഫോർ എക്സാമ്പിൾ നമുക്ക് റൗണ്ട് ഫിഗർ 25,000, 500, 550, 600, 650, 700, 800, 850, 900, 950. ഈ 950 വരെ അതിന് തൊട്ട് താഴെ നോക്കൂ, ഗ്രീൻ കളറിൽ പ്രൊജക്റ്റ് ചെയ്തിട്ട് 25,966 എന്ന് കാണുന്നു, 66.4 എന്ന് കാണുന്നു. ഇതിനർത്ഥം എന്താണ്? അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ സ്ട്രൈക്സ് എന്ന് പറയുന്നു. സ്ട്രൈക്സ് എങ്ങനെ, നിഫ്റ്റിയിൽ സ്ട്രൈക്സ് എങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നു? 50-50-50 വെച്ചിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഓക്കെ, എല്ലാ സ്റ്റോക്ക് ഓപ്ഷൻസിൻ്റെയും സ്ട്രൈക്ക് പ്രൈസസ് 50-50 വെച്ചാവില്ല. ഓരോ ഇൻസ്ട്രുമെൻ്റ് അനുസരിച്ചിട്ട് നമ്മുടെ സ്ട്രൈക്ക് പ്രൈസസ് മാറും. അതിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. ഓപ്ഷൻ ചെയിനിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും. അതായത് ഇപ്പോൾ നമ്മുടെ നിഫ്റ്റി എടുക്കുമ്പോൾ 50-50 വെച്ചിട്ട് അത് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അതേമാതിരി ബാങ്ക് നിഫ്റ്റി നോക്കിയാലോ, ബാങ്ക് നിഫ്റ്റി 100-100-100 വെച്ചിട്ടായിരിക്കും ഡിവൈഡ് ചെയ്തിരിക്കുക. അങ്ങനെ ഓരോന്നും ഓരോ രീതിയിലായിരിക്കും ഡിവിഷൻ ഉണ്ടാവുക. അതൊരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. അതിങ്ങനെ മേളിൽ നിന്ന് താഴ്പോട്ടേക്ക് വരുന്നു, താഴെ നിന്ന് തിരിച്ച് വീണ്ടും ഇവിടെ നിൽക്കുകയാണോ? ഇല്ല, വീണ്ടും താഴ്പോട്ടേക്ക് വരുന്നു. അപ്പോൾ ഇത് സെൻട്രലൈസ് ചെയ്തിട്ട് നിങ്ങൾ മനസ്സിലൊരു കാര്യം ഇമാജിൻ ചെയ്യുക. എന്ത് ഇമാജിൻ ചെയ്യുക? നമ്മുടെ ഷോപ്പിലൊക്കെ ഈ സാഷേ ആയിട്ട് നമ്മൾ ലേസ് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത് നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കൂ, മനസ്സിൽ സങ്കല്പിക്കൂ. ഒരു ലേസിൻ്റെ ഒരു ഡസൻ ലേസ് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുക, മേളിൽ നിന്ന് താഴെ വരെ ഒരേ പാക്കറ്റ്, ഒരേ വെയിറ്റ്, അതിനകത്തിരിക്കുന്ന നെറ്റ് കണ്ടന്റ് ഒരേ സെയിം ആയിരിക്കും അല്ലേ? അതേമാതിരി നിങ്ങൾ ഇതിനൊന്ന് സങ്കല്പിച്ച് നോക്കൂ, ഒരു വലിയ ചെയിൻ ഓഫ് എന്താ പറയുക പാക്കറ്റ്സ് ഇങ്ങനെ വെച്ചിരിക്കുന്നതായിട്ട് നിങ്ങൾ സങ്കല്പിച്ച് നോക്കിയാൽ മതി. Investments in the securities market are subject to market risk. Read all the related documents carefully before investing.